ബൈബിളിലെ ദൈവം ആരാന്ന് നീ പ്രൂവ് ചെയ്യാനുള്ളത്? തന്റെ ഇടം നിനക്കുണ്ട്. ക്രിസ്ത്യാനി ആരാന്ന് പ്രൂവ് ചെയ്യാൻ പറ്റാ നീ നീ ബൈബിളിലെ ഊള ദൈവം ആരാന്ന് നീ കാണിക്കുക. ക്രിസ്ത്യാനി പഴയ നിയമത്തിലുണ്ടോ നിനക്കൊരു ഊള ദൈവം? എങ്ങനെയാന്ന് പഠിക്ക്. ഇപ്പൊ ഞാൻ നിങ്ങളുടെ നിക്കറിനകത്ത് ഉറുമ്പ് കയറ്റി തനിച്ചു തരാം. നീ എടാ ആദ്യം നിങ്ങളുടെ ദൈവം ഒരു നാറി ആയതുകൊണ്ടല്ലേ പിള്ളേരെയൊക്കെ കരടി വിട്ട് കൊല്ലിച്ചത്? നിങ്ങളുടെ ദൈവം ഒരു പരനാറി ആയതുകൊണ്ടല്ലേ ഈ മരുഭൂമിയിലെ കൂടെ നടന്ന ആളുകൾക്ക് പാമ്പിനെയും തേളിനെയും ഇട്ട് കൊടുത്തത്? അല്ലേ? നിങ്ങളുടെ ദൈവം ഒരു പരമ ചെറ്റയായതുകൊണ്ടല്ലേ കുഞ്ഞുങ്ങളെ കൊല്ലാൻ പറഞ്ഞത്? ക്രിസ്ത്യാനിയായിട്ട് വാ. എങ്ങനെ ക്രിസ്ത്യാനിയായിട്ട് വാടാ. നിനക്കതല്ലേ പറയാൻ അറിയാവുള്ളൂ. എവിടത്തെ കുറഞ്ഞാടാ ആദാമനി ഉണ്ടായത്? ഞാൻ ഈ ആദത്തോടൊരു ചോദ്യം ചോദിക്കുകയാണ്. ഇന്നത്തെ കത്തോലിക്കര് പഴയ നിയമ ദൈവത്തെ തെറിവിളിക്കുന്നവരാണ്. നമ്മൾ നേരത്തെ ചിന്തിച്ചതുപോലെ നിങ്ങൾ ഇതിന് ഉത്തരം പറയണം. ദൈവത്തിൽ നിന്ന് നന്മ കേൾക്ക്. അതിലേക്കാ വരുന്നത്. അപ്പൊ ദൈവം തിന്മ ചെയ്യുന്ന ആളാണ്. പഴയ നിയമത്തിൽ ദൈവം യഹോവ തിന്മ ചെയ്യുന്ന ആളാണ്. പെണ്ണ് കൂട്ടി കൊടുക്കുന്ന, അങ്ങനെയാണ് മറിയം കന്യകയായിട്ട് ആ ദേവാലയത്തിൽ പോയത്. അതൊക്കെ നമ്മള് അങ്ങനെയാണ് ആദത്തിന്റെയും. അല്ല, ഒന്നും മിണ്ടാണ്ടിരിക്കണോ? ഞാൻ സംസാരിക്കുമ്പോൾ കഴിവ് നിനക്കും ഇല്ല, നിന്റെ അപ്പനും ഇല്ല. ഞാൻ പറയട്ടെ, അത് കഴിഞ്ഞിട്ട് നീ സംസാരിച്ചോ? നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഇവൻ സംസാരിച്ചോട്ടെ. നിങ്ങൾ സംസാരിച്ചിട്ട് ഞാനിപ്പോ വന്നു, ഞാനിപ്പോ സംസാരിക്കുന്നു. ജോയിയോടാണ് സംസാരിക്കുന്നത്. നിന്നെ പോലെ സംസാരിക്കാൻ താല്പര്യം നിനക്ക് ഓടണമെങ്കിൽ വേറെ എവിടെ ഇതേ ഇന്റലക്ച്വലുള്ള ആളുമായിട്ട് സംസാരിക്കുന്നത്. അതായത് ദൈവം എന്ന് പറഞ്ഞ ഈ 5ന്റെ പുറത്ത് ദൈവം ഇവിടെ പെണ്ണ് കൂട്ടി കൊടുത്തിട്ടില്ലേ? ഞാൻ പറഞ്ഞല്ലോ. ഒരു മിനിറ്റ് ആദമേ, നീ ഇന്ററപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ റിമൂവ് ചെയ്യുന്നുള്ള കേൾക്ക്. ഞാൻ പറഞ്ഞുതരാം. നീ ഇവിടെ വേളം വെച്ച് ഓടി രക്ഷപ്പെട്ടിട്ട് അസഭ്യം പറഞ്ഞു എന്ന് പറഞ്ഞ് കരയാനാണ്. ഞാൻ പറയാണ്, ഞാൻ മ്യൂട്ട് ചെയ്ത് ഞാൻ സംസാരിച്ച് കഴിയട്ടാ. എടാ, നിന്റെ റൂമിൽ വരുമ്പോഴത്തേക്ക് നീ ഇതുപോലെ അല്ലല്ലോ. ഒന്ന് മ്യൂട്ട് ചെയ്തിരിക്കടാ. ഒരു പറങ്കിയുടെ സ്വഭാവം ഒന്ന് മ്യൂട്ട് ചെയ്യടാ. ഒരു പറങ്കിയുടെ സ്വഭാവം കാണിക്കടാ. ഒന്ന് മ്യൂട്ട് ചെയ്യടാ. തനി ഫ്രാങ്കോയുടെ സ്വഭാവമല്ലേ. ഞാനിവിടെ പറഞ്ഞു വരുന്നതിന് മുമ്പേ ഇന്ററപ്റ്റ് ചെയ്യല്ലേ. അറ്റ്ലീസ്റ്റ് ആ ഫ്രാങ്കോയുടെ ബ്ലഡ് ലൈൻ കാണിക്കാതെ, റോബിന്റെ ബ്ലഡ് ലൈൻ കാണിക്കാതെ നീ ഒന്ന് അടങ്ങ്. ഞാൻ പറയട്ടെ. ഇവിടെ ഇയ്യോബിന്റെ പുസ്തകത്തിൽ നേരത്തെ വായിച്ചു. ഇയ്യോബ് ഭാര്യയോട് പറയുകയാണ്, എന്ത്, ദൈവത്തിൽ നിന്ന് തിന്മയും സ്വീകരിക്കേണ്ടതല്ലയോ? തീർച്ചയായിട്ടും ഇന്നുള്ള ആദം പറങ്കിയും ജയ പറങ്കി പുണ്ണന്മാർക്കൊന്നും തിന്മ നൽകുന്ന ഒരു ദൈവത്തെ അംഗീകരിക്കാൻ വയ്യ. അവരുടെ അഭിപ്രായം. എടാ, ഒന്ന് മ്യൂട്ട് ചെയ്യടാ. ഒന്ന് മ്യൂട്ട്. നീ ഡിസ്റ്റർബ് ചെയ്ത നീ ഡിസ്റ്റർബ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ സംസാരിക്കുന്നേ? ഉത്തരവാണ് പറയുന്നത്. ഒന്ന് മ്യൂട്ട് ചെയ്യടാ. ഒന്ന് മ്യൂട്ട് ചെയ്യടാ. ഒന്ന് മ്യൂട്ട് ചെയ്യടാ. ഒന്ന് മ്യൂട്ട് ചെയ്യടാ. അതായത് ഇന്നത്തെ പറങ്കിപ്പുണ്ടന്മാര്, ഇന്നത്തെ കത്തോലിക്ക സഭയുടെ മുഖമുദ്രയായിരിക്കുന്ന പറങ്കിപ്പുണ്ടന്മാർക്ക് പഴയ നിയമ ദൈവത്തെ തെറി വിളിക്കണം. അവർ സാത്താൻ സേവകരാണ്. ഞാൻ നിന്നോടല്ല സംസാരിക്കുന്നത്, ബാക്കിയുള്ളവരെല്ലാം എല്ലാവരോടും കൂടിയാണ്. അപ്പൊ അവര് എടാ ഒന്ന് മിണ്ടായിരിക്കണം, മ്യൂട്ട് ചെയ്യണം എന്നറി. എടാ ഒന്ന് മ്യൂട്ട് ചെയ്യണം എന്നറി. ഇവൻ അർഹിക്കുന്നതിലും കൂടുതൽ സോഫ്റ്റ് ആയിട്ടാണ് ഞാൻ പെരുമാറുന്നത്. മ്യൂട്ട്. ജോയ് ബ്രദർ ഒന്ന് മ്യൂട്ട് ചെയ്തേ. ജോയ് ബ്രദർ ഒന്ന് മ്യൂട്ട് ചെയ്തേ. ഇവന്റെ തന്ത അർഹിക്കുന്നതിനേക്കാളും നല്ല രീതിയിലാണ് ഞാൻ പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. ഇവനൊക്കെ പറഞ്ഞതിന് മാത്രം ഒന്നും പറഞ്ഞിട്ടില്ലടാ. നീ ഒന്ന് മ്യൂട്ട് ചെയ്യണം എന്നറി. ഒന്ന് മ്യൂട്ട് ചെയ്യ് പ്ലീസ്. ഒന്ന് മ്യൂട്ട് ചെയ്യ് കേട്ടോ. അപ്പോൾ പറഞ്ഞു വന്നത്, ഇവര് യാക്കോബിന്റെ ലേഖനത്തിൽ 5-ാം അധ്യായം 11-ാം വാക്യത്തിൽ പറയുന്നത്, എടാ നീ മ്യൂട്ട് ചെയ്യണം എന്നറി. എടാ മിണ്ടായിരിക്കടാ. ദൈവത്തെ തെളിവിളിക്കുന്ന പന്നി. നീ എന്നോട് പ്രഘോഷണത്തെ കുറിച്ച് ഉണ്ടാക്കണ്ട. നീ എന്നെ കുറിച്ച് പ്രഘോഷണത്തെ കുറിച്ച് പറയാനുള്ള അർഹത നിനക്കുമില്ല, നിന്റെ തന്തയ്ക്കുമില്ല, നിന്റെ വികാരിയച്ഛന് പോലും ഇല്ലടാ മാറി. നിന്നോട് ഞാൻ ചോദിച്ചില്ലേ മറിയത്തെ കുറിച്ച്, മറ്റേ ദേവാലയത്തിൽ കന്യകയായിട്ട് ഉണ്ടാക്കുന്ന കാര്യം. എടാ നീ മ്യൂട്ട് ചെയ്യടാ. നിന്റെ റൂമിൽ വരുമ്പോ നീ പറയുന്ന അനുസരിക്കുന്നില്ലേ? നീ വെല്ലു വിളിച്ചിട്ട് ഞാൻ നിന്റെ റൂമിൽ വന്നപ്പോ എടാ നാറി, എടാ മിണ്ടായിരിക്കടാ. എടാ ഞാൻ സംസാരിച്ചു കഴിഞ്ഞിട്ട് നീ സംസാരിക്കുന്നേ. നീ ആരാണെന്ന് എന്താണെന്ന് എനിക്ക് അറിയാടാ റോണി. മനസ്സിലായില്ലേ? ഒന്നും മിണ്ടായിരിക്കണം. മ്യൂട്ട് ചെയ്യടാ നാറി. നിന്റെ ദൈവം പിമ്പാണോ? നിന്റെ അച്ഛനാടാ പിമ്പ്. അവൻ മേടയിൽ പിമ്പ് ചെയ്തിട്ട് മേടയിൽ അവന്റെ പെങ്ങളെ അകത്തോട്ട് തള്ളി കയറ്റിട്ട് ഒരു ചിരിയുണ്ട് അവന്റെ. ഒന്ന് ചിരിച്ചടാ. അന്ന് ചിരിച്ചോ, ഒന്ന് കേക്കട്ടെ. ബലരാമന്റെ ഒരു ചിരിയുണ്ട്.
ഹിംബാണ് നിന്റെ ദൈവം. അതെ ഞാൻ പറഞ്ഞുതരാം. ആ ദൈവം കൂട്ടിക്കൊടുത്ത ആരെയാണ്? നീ ആരാധിക്കുന്ന മറിയ ദേവിയാണ്.